ചില ക്ഷേത്രങ്ങളിൽ കയറാൻ ഷർട്ട് ഊരണം എന്ന നിബന്ധനയുണ്ട്. ഇത് തുടരണമെന്നും ഇത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ വിവാദം നടക്കുന്നത്. ഒരു ഭാഗത്ത് ശിവഗിരി മഠവും മറുഭാഗത്ത് NSSഉം. തർക്കം ശിവഗിരി മഠവും NSSഉം തമ്മിലാണെങ്കിലും ഇതിൽ ശരിക്കും പെട്ടുപോകുന്നത് രണ്ട് പാർട്ടികളാണ്. ഒന്ന് കോൺഗ്രസും രണ്ട് BJPയും. തർക്കം കടുത്താൽ നേട്ടമുണ്ടാവുക CPMനാണ്. എങ്ങനെയെന്ന് പരിശോധിക്കും. ക്ഷേത്രത്തിൽ കയറുന്നതിന് ഷർട്ട് ഊരണം എന്നുള്ള വിഷയം ഇപ്പോഴുണ്ടായതൊന്നുമല്ല. പല കാലത്തും കേരളം ചർച്ച ചെയ്യുകയും ചിലയിടത്തൊക്കെ മാറ്റം വരികയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. അദ്ദേഹം അത് പറഞ്ഞപ്പോഴും അതൊരു വലിയ വാർത്തയോ ചർച്ചയോ ഒന്നും ആയിരുന്നില്ല. പിന്നീട് അവിടെ സംസാരിച്ച മുഖ്യമന്ത്രിയാണ് ഇതിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. ഇതോടുകൂടിയാണ് ഇതൊരു ചർച്ചയായത്. അതിലും പിന്നീട് വിവാദത്തിലേക്ക് വന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ശിവഗിരി മഠത്തിന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെയൊക്കെ അല്പം പരിഹാസം കലർത്തിക്കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയതോടുകൂടിയാണ്. അതോടുകൂടി ഇത് രാഷ്ട്രീയ വിവാദം കൂടിയായി. സ്വാഭാവികമായും ഇതിൻ്റെ നേട്ടമുണ്ടാവുക CPMനാണ്. കാരണം CPMനെ സംബന്ധിച്ച് എല്ലാ കാലത്തും വലിയ അടിത്തറയാണ്, വോട്ട് അടിത്തറയാണ് ഈഴവ വോട്ട് ബാങ്ക് എന്നത്. ഈഴവ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ എല്ലാ കാലത്തും CPMന് ലഭിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ആ വോട്ടടിത്തറയിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ആറ്റിങ്ങൽ, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളടക്കം BJP വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ അവിടെയെല്ലാം വോട്ടിംഗ് ശതമാനത്തിൽ കണക്കിൽ തിരിച്ചടിയുണ്ടായത് CPMനാണ്. CPM ഈ അപകടം തിരിച്ചറിഞ്ഞു തന്നെയാണ് അത്തരമൊരു തിരുത്തലിന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും NSSഉം ശിവഗിരി മഠവും രണ്ടായി നിൽക്കുന്ന തർക്കത്തിൽ ശിവഗിരി മഠത്തിനൊപ്പമാണ് CPM നിലപാടെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ആ നിലപാട് മറ്റ് പാർട്ടി നേതാക്കൾ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. NSS കൂടി അതിനെതിരെ രംഗത്ത് വന്നതോടുകൂടി സ്വാഭാവികമായും NSS നേതൃത്വത്തിൻ്റെ പരമ്പരാഗതമായ വാദങ്ങളെ എതിർക്കുന്ന നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ അടക്കം പിന്തുണ, അല്ലെങ്കിൽ പുരോഗമനാശയക്കാരുടെ അടക്കം പിന്തുണ CPM ലഭിക്കും ഒരു ഭാഗത്ത്. മറ്റൊന്ന് BJPയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും BJPയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈഴവ വിഭാഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അടിത്തറ തിരിച്ചു പിടിക്കാനും CPMനെ സഹായിക്കും. സ്വാഭാവികമായും അത്തരമൊരു തർക്കം വന്നാൽ CPMന് തന്നെയാവും ഇതിൽ പ്രധാനപ്പെട്ട നേട്ടമുണ്ടാവുക. CPM നിലപാടെടുത്തതുപോലെ BJPക്കോ കോൺഗ്രസിനോ ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളും പെട്ടുപോകും എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഒരാളെ പിണക്കിയാൽ ശിവഗിരി മഠത്തിന് അനുകൂലമായി പറഞ്ഞാൽ NSS പിണങ്ങും, NSS അനുകൂലമായി പറഞ്ഞാൽ സ്വാഭാവികമായും ശിവഗിരി മഠം പിണങ്ങും. ശിവഗിരി മഠം പിണങ്ങും എന്നുള്ളതല്ല ഇതിൽ വിഷയം. SNDPക്കെതിരെയും SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ അഭിപ്രായം പറയുന്നത് പോലെയല്ല ശിവഗിരിക്കെതിരെ അഭിപ്രായം പറയുന്നത്. ശിവഗിരിക്കെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സ്വാഭാവികമായും ശിവഗിരിയെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം ആളുകൾക്ക് വൈകാരികമായി അത് ബാധിക്കാനിടയുണ്ട്. അത് തിരിച്ചടിയാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ വിഷയം പറഞ്ഞത് പിണറായി വിജയനായിരുന്നു ആദ്യം. ഈ വിഷയം പറഞ്ഞെങ്കിൽ വളരെ അനായാസം കോൺഗ്രസിനായാലും BJPക്കായാലും ഇത് ആചാരം സംരക്ഷിക്കണം, അതുകൊണ്ട് ഷർട്ട് ഊരിയെ കയറാൻ കഴിയൂ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുടെ ആചാരം സംരക്ഷിക്കണമെന്നുള്ള നിലപാടിലേക്ക് എത്താമായിരുന്നു. പക്ഷേ ഇവിടെ ഇത് ആദ്യം പറഞ്ഞത് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻ്റാണ്, സ്വാമി സച്ചിദാനന്ദയാണ്. ഇതേ അഭിപ്രായം മുമ്പ് സ്വാമി ചിദാനന്ദപുരിയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അന്നൊന്നും ഈ തരത്തിലേക്ക് വിവാദമായില്ല. ഈ അഭിപ്രായത്തിലേക്ക് മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതോടുകൂടിയാണ്, അതിന് പിന്നീട് NSSൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയൊക്കെ വന്നതോടുകൂടിയാണ് വിവാദമായത്. അപ്പോൾ ഇതിൽ ഏതു പക്ഷം പിടിച്ചാലും അപകടം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചാലും BJPയെ സംബന്ധിച്ചാലും തിരിച്ചടിയാവുന്ന പ്രധാനപ്പെട്ട ഘടകം. BJPയെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാവും എന്നുകൂടി പറയാം. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വലിയൊരു പ്രതിസന്ധിയിലെത്തിക്കുന്നത് BJPയാണ്. കാരണം കേരളത്തിൽ BJP കഴിഞ്ഞ കുറേയേറെ കാലമായി തന്നെ ഈഴവ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ BDJS എന്നൊരു സംഘടന അത്തരമൊരു സ്പോൺസർഷിപ്പിൽ, BJPയുടെ കൂടി സ്പോൺസർഷിപ്പിൽ രൂപീകരിച്ചത് തന്നെ ഈഴവ വിഭാഗത്തിന് BJPയിലേക്ക് പോകാനുണ്ടായിരുന്ന ഒരു തടസ്സം, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിലേക്കോ CPIയിലേക്കോ CPMയിലേക്കോ അങ്ങനെയുള്ള പാർട്ടികളിലൊക്കെ പോകുമ്പോഴും BJPയിലേക്ക് പോയിരുന്നില്ല. അങ്ങനെ BJPയുടെ ഒരു മതിൽ കെട്ടി അകറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗത്തെ ആ വിഭാഗമായിട്ടുള്ള അകൽച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ BDJS പോലൊരു പാർട്ടി രൂപീകരിക്കാൻ BJP എല്ലാവിധ സഹായം നൽകിയതും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ആ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തതുമെല്ലാം. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ CPM നിലപാട് സ്വീകരിച്ചത് 2005 BDJS രൂപപ്പെടുന്നതിന് ശേഷം 2006 തെരഞ്ഞെടുപ്പിലൊക്കെ വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദൻ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വരികയും മൈക്രോ ഫിനാൻസ് അഴിമതി കൊണ്ടുവരുന്നു, അതിനെതിരെ അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററിൽ കറങ്ങി നടന്ന് മാലിന്യം വിതറുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വിശേഷണം
പ്രവർത്തനമൊക്കെ VS നടത്തുന്നു. അങ്ങനെ വെള്ളാപ്പള്ളിയെ ശക്തമായി എതിർക്കുക, ഈഴോ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. പിന്നീട് ഘട്ടത്തിലൊക്കെ CPM-ൻ്റെ ആ നിലപാട് മാറി വെള്ളാപ്പള്ളി നടേശൻ CPM-മായി യോജിച്ചു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. സ്വാഭാവികമായും പിന്നീട് BJP നടത്തിയൊരു പ്രവർത്തനത്തിനൊക്കെ ഫലമായി ഈഴവ വോട്ട് ബാങ്കിലൊക്കെ ഇടിവുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈഴവ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയും ആലപ്പുഴയായാലും ആറ്റിങ്ങലായാലും പരിശോധിക്കണം. അവിടെയൊക്കെ ഈ വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന BJPക്ക് NSSനൊപ്പം നിൽക്കുമോ ശിവഗിരി മഠത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഏത് പക്ഷത്തിനൊപ്പം നിന്നാലും BJPയുടെ കോർ വോട്ടിലേക്ക് അത് ബാധിക്കും എന്നുള്ളത് കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കുക, തൽക്കാലം പിണറായി വിജയനെ മാത്രം ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാറി നിൽക്കുക, ചിദാനന്ദപുരി ഉന്നയിച്ചതോ അല്ലെങ്കിൽ സ്വാമി സച്ചിദാനന്ദ ഉന്നയിച്ചതോ ആയ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും BJP സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം. സ്വാഭാവികമായും ഇതിലെ സാധ്യത തിരിച്ചറിഞ്ഞ് CPM ഈ വിഷയത്തിൽ ചർച്ചയിലേക്ക് വരാനുള്ള കൂടുതൽ ചർച്ചയാക്കാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. എന്തായാലും തർക്കമുണ്ടായത് ശിവഗിരി മഠവും NSSും തമ്മിലാണെങ്കിലും ഇതൊക്കെ നേരിട്ട് ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ ഈ 3 പ്രധാനപ്പെട്ട പാർട്ടികളെയാണ്.